അങ്ങനെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഫസ്റ്റ് T20 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ അഗ്നിപരീക്ഷ നമ്പർ 1 കഴിഞ്ഞിരിക്കുകയാണ്. ആ അഗ്നിപരീക്ഷയുടെ നമ്പർ 1 സഞ്ജു സാംസൺ ഫെയിലായിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എയറിലുള്ള ഒരു ഷോട്ടിലാണ് അദ്ദേഹം ഔട്ടായത്. ഓക്കെ, ഒരു വലിച്ചടിച്ച് 6 അടിക്കാൻ വേണ്ടി നോക്കി ഔട്ടായതല്ല. പക്ഷേ ആ ഷോട്ട് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, ഏറി കളിക്കേണ്ടി വന്നിരുന്നു. ബട്ട് അദ്ദേഹത്തിന് അതൊരു ഡിഫെൻസീവ് ഷോട്ടായിട്ട് കളിക്കാമായിരുന്നു ത്രൂ ദ ഗ്രൗണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഓൾറെഡി 2-4 അടിച്ചിട്ട് നിൽക്കുമായിരുന്നു. സോ ബാക്ക് ടു ബാക്ക് ബൗണ്ടറീസിന് ട്രൈ ചെയ്യാതെ ആ ബോൾ ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ അടുത്തൊരു ബോളാണെങ്കിലും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് ഇൻ ഗുഡ് ടച്ച്. കമൻറ്റേറ്റേഴ്സ് സഞ്ജുവിനെ പറ്റി നല്ലത് രണ്ടാമത്തെ ഷോട്ടിൽ നല്ല എലഗൻസ് ആൻഡ് പവർ രണ്ടും ചേർന്നൊരു ഡെഡ്ലി കോംബോ ആണെന്ന് പറഞ്ഞ് വായെടുത്തതിന് ശേഷം ഉടനെ തന്നെ അദ്ദേഹം ആ വിക്കറ്റ് ആ ഫീൽഡ് പ്ലേസ് ന്യൂസിലാൻഡ് ആ ഫീൽഡ് പ്ലേസ് ചേഞ്ച് ചെയ്യുമ്പോൾ പോലും അവർ ഇത്രയും പെട്ടെന്ന് ആ വിക്കറ്റ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ കോണ്ടെക്സ്റ്റിലും അല്ലാതെയുള്ള കോണ്ടെക്സ്റ്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മാച്ചിൽ എനിവേ സ്കോറൊക്കെ വന്നു. താങ്ക്സ് ടു അഭിഷേക് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ, റിങ്കു സിംഗ്. അതുകൊണ്ട് നല്ലൊരു സ്കോർ വന്നു. അതുകൊണ്ട് ഈ ഒരു ഇന്നിങ്സിലെ ഈ മോശം പെർഫോമൻസിനെ ആരും നോട്ട് ചെയ്തില്ല. ഇനിയിപ്പോൾ 4 അവസരം കൂടിയാണ് ഉള്ളത്. ആ 4 അവസരത്തിലും കറക്റ്റായിട്ട് അത് വിനിയോഗിച്ചില്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് പോലെ ആയിപ്പോകും. കാരണം ഇപ്പോൾ ഒരു ഷൂട്ടൗട്ട് വെളിയിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഷൂട്ടൗട്ട് അടുത്ത 23-ാം തീയതി ഉണ്ട്. അപ്പോൾ അതിനെങ്കിലും കറക്റ്റായിട്ട് ലക്ഷ്യം കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പ്രഷർ അല്ലെങ്കിൽ ഈ ടെൻഷൻ ബിൽഡാവും. പണ്ട് നമ്മൾ സച്ചിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സച്ചിൻ ഔട്ടായി കഴിയുമ്പോൾ TV ഓഫ് ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് സച്ചിൻ്റെ കളി കാണുമ്പോൾ അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സച്ചിൻ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം തോറ്റുപോകുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ആ ടെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അതേ ടെൻഷൻ തന്നെയാണ് സഞ്ജു സാംസൻ്റെ കളി കാണുമ്പോഴും നമുക്കുള്ളത്. അത് ടീം ഇന്ത്യ തോറ്റുപോകുമെന്ന് ഓർത്തിട്ടല്ല, സഞ്ജു സാംസൺ ഔട്ടാകുമെന്ന് ഓർത്തിട്ട്. സെഞ്ചുറി അടിച്ചതിന് ശേഷം 2 ഡെക്ക് വന്നപ്പോഴേ എല്ലാവരും പറഞ്ഞു ഓൾ ഓർ നത്തിങ് പ്ലെയർ ആണ് സാംസൺ. ഒന്നെങ്കിൽ ഫുൾ കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ബട്ട് സാംസൺ ഉറപ്പായിട്ടും വേൾഡ് കപ്പിലോട്ട് പോകുമ്പം ആ ഒരു ഇമേജ് ഉറപ്പായിട്ട് തിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം മിനിമം സ്റ്റാർട്ട് ഒരു 30 റൺസിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് എന്താണെങ്കിലും മിനിമം സാംസണിൻ്റെ നിന്ന് പ്രതീക്ഷിക്കാം എന്നൊരു സിറ്റുവേഷനിൽ വേണം. സോ ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് നമ്മൾ നോക്കി വെക്കാം. ഫസ്റ്റ് ഷൂട്ടൗട്ട് വെളിയിൽ പോയിരിക്കുകയാണ്. സെക്കൻഡ് ഷൂട്ടൗട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഹോപ്പ് എവറിത്തിങ് ഗോസ് ഗുഡ് ഫോർ സഞ്ജു സാംസൺ.